കേരളത്തിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതൃത്വം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു ദേശീയ നേതൃത്വത്തിൽ സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു. ഇപ്പം KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി. അതായത് വേണമെങ്കിൽ പാർട്ടിയിലെ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കാം. ആ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? അല്ല, KC വേണുഗോപാൽ ഒരു കാര്യത്തിലും കേരളത്തിൽ KPCCയുടെ ഒരു കാര്യത്തിൽ അധികം ഇടപെടാറില്ല. അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ പൂർണ്ണമായിട്ടും കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യങ്ങൾ നോക്കാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ക്ഷണിക്കുന്ന പാർട്ടി യോഗങ്ങളിൽ അദ്ദേഹം ഒരു ഓട്ടപ്രദക്ഷിണം നടത്താറുണ്ട്. അതല്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ ഇന്ന കാര്യം ചെയ്യണം എന്നൊരിക്കലും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്കും സന്തോഷമാണ്. അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ അദ്ദേഹം ഇടപെടാറില്ല. പൂർണ്ണമായിട്ട് KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയ സ്ഥിതിക്ക് എന്തുവേണേലും ആവശ്യപ്പെടുകയും ഇടപെടുകയും ചെയ്യാൻ വേണമെങ്കിൽ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് പാർട്ടിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് KC വേണുഗോപാൽ ഈ പദവിയിൽ വന്നതോടെ കേരളത്തിൽ രമേശ് ചെന്നിത്തലയുടെ സാധ്യതയ്ക്ക് മങ്ങലേറ്റു എന്ന് പറയും. അല്ല, രമേശ് ചെന്നിത്തലയുടെ സാധ്യതയ്ക്കൊന്നും ഒരു മങ്ങലേറ്റിട്ടില്ല. രമേശ് ചെന്നിത്തലയുടെ ഒരു കാര്യങ്ങളും വേണുഗോപാൽ ഇടപെടാറില്ല. KC വേണുഗോപാലിൻ്റെ ഒരു കാര്യത്തിൽ രമേശ് ഇടപെടാറില്ല. മാത്രമല്ല, രണ്ടുപേരും MLA MP ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. രമേശിൻ്റെ MP KC വേണുഗോപാലാണ്. അവർ തമ്മിൽ ഒരു തർക്കമില്ലാണ്ട് അവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് പാർട്ടിയിൽ. അല്ല, പൊതുവേ കോൺഗ്രസ് ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഒരുപാട് സജീവമായ ഗ്രൂപ്പുകളുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അന്നേരം അതിൻ്റെ സമവാക്യങ്ങൾ മറിയുമോ? അല്ല, അങ്ങനത്തെ ഒരു സമവാക്യം മാറേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എല്ലാ രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല, KC വേണുഗോപാൽ ഒരു കാര്യങ്ങളും ഇടപെടാറില്ല. പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇപ്പോൾ സിറ്റിംഗ് MPമാരൊക്കെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അതെ. KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കും. KC വേണുഗോപാൽ ഉൾപ്പെടെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം KPCC പ്രസിഡന്റും മത്സരിക്കണം എന്നാണ്. കാരണം ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹത്തിന് ഒരു സേണുണ്ട്, ഒരു വോട്ട് ബാങ്കും ഉണ്ട്. പക്ഷേ പുള്ളി മത്സരിക്കില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം മത്സരിക്കില്ല നിർബന്ധം പറയുന്നു. ഞങ്ങൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട് മത്സരിക്കണം.